നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വർക്ക് പവർ ആൻഡ് എനർജി എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കൊളീഷൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളീഷൻസ് ഏതൊക്കെയാണ് എന്നത് പഠിക്കാം. എന്താണ് കൊളീഷൻ? ഇഫ് ദ പാത്ത് ഓഫ് എ മൂവിങ് ബോഡി ചേഞ്ചസ് ഡ്യൂ ടു ഇൻട്രാക്ഷൻ വിത്ത് അനദർ ബോഡി, we say that a collision has taken place. ഓക്കെ, സാധാരണ നമ്മൾ കൊളീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് രണ്ട് ഒബ്ജക്ട്സ് കൂട്ടിയിടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫിസിക്സിൽ കൊളീഷൻ എന്നതിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥമാണുള്ളത്. അതായത് രണ്ട് ബോഡീസ് നേരിട്ട് കൂട്ടിയിടിക്കണമെന്ന് നിർബന്ധമില്ല. എന്താണ്, ഒരു ബോഡിയുടെ പാത്ത് മറ്റൊരു ബോഡിയും ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൊളീഷൻ നടന്നു എന്ന് പറയാം. ഫിഗർ നോക്കൂ, അവിടെ നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, എയും ബിയും. എ എന്ന പോസിറ്റീവ് ചാർജ് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക, ബി എന്ന പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതാണ്. സോ ചാർജ് ബി ഇസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് പാത്ത്. പക്ഷേ എ എന്ന ചാർജിനടുത്തേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡ്യൂ ടു റിപ്പൽഷൻ, നമുക്കറിയാം രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും. സോ ആ റിപ്പൽസീവ് ഫോഴ്സ് കാരണം ബി എന്ന ചാർജ് അതിൻ്റെ ആക്ച്വൽ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫിഗറിൽ ആ ഡോട്ടഡ് ലൈൻസ് ആണ് ബിയുടെ ആക്ച്വൽ പാത്ത്. പക്ഷേ എ എന്ന പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് കാരണം ബി ആക്ച്വൽ പാത്തിലൂടെയല്ല പോകുന്നത്, കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ദർ ഈസ് എ കൊളീഷൻ ബിറ്റ്വീൻ ചാർജസ് എ ആൻഡ് ബി. ഇപ്പോൾ എയും ബിയും തമ്മിൽ കൊളീഷൻ നടന്നു എന്ന് പറയാം. ഇഫ് ദർ ഈസ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ബോഡീസ് എ ആൻഡ് ബി, then we can say that there is head-on collision between A and B. അതായത് ബോഡീസ് ആക്ച്വലി കൂട്ടിയിടിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് ഫിസിക്കൽ കോണ്ടാക്ട്, അങ്ങനെയുള്ള കൊളീഷനാണ് ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവാം, ചില കേസിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതിരിക്കാം. ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഹെഡ് ഓൺ കൊളീഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് സിംപ്ലി നോൺ ആസ് കൊളീഷൻ. Now there are two types of collisions. നമുക്ക് ജനറലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇലാസ്റ്റിക് കൊളീഷൻസ് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്. ഈ രണ്ട് തരത്തിലുള്ള കൊളീഷൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻസ് എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻസ്, ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെൻറ്റം ഓഫ് ദി കൊളൈഡിങ് ബോഡീസ് റിമെയിൻ കൺസേർവ്ഡ്. അതായത് കൊളൈഡിങ് ബോഡീസിൻ്റെ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെൻറ്റവും കൺസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൺസേർവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മൾ പഠിച്ചതാണ്. അതായത് കൊളീഷന് മുമ്പുള്ള ലീനിയർ മൊമെൻറ്റവും കൊളീഷന് ശേഷമുള്ള ലീനിയർ മൊമെൻറ്റവും ഈക്വൽ ആവുക. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി വിൽ ബി കൺസേർവ്ഡ്. കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൊളീഷൻസിനാണ് ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു കൊളീഷൻ ഇലാസ്റ്റിക് ആവാനുള്ള രണ്ട് കണ്ടീഷൻസ് ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. അതായത് ദ കൈനറ്റിക് എനർജി വിൽ ബി കൺസേർവ്ഡ് ആൻഡ് ലീനിയർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. എക്സാമ്പിൾസ് കൊളീഷൻസ് ബിറ്റ്വീൻ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഇലാസ്റ്റിക് കൊളീഷൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ആറ്റംസ് അല്ലെങ്കിൽ ചെറിയ മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻസ് ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. Now what are inelastic collisions? The collisions in which linear momentum of the system remain conserved but its kinetic energy is not conserved. Such collisions are called inelastic collisions. അതായത് ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഇങ്ങനെയുള്ള കൊളീഷൻസിനാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം, അതായത് ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ റിമെയിൻസ് സെയിം, പക്ഷേ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ വിൽ നോട്ട് ബി ഈക്വൽ. അപ്പോൾ ഇത്തരം കൊളീഷൻസിനാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയാം. ഇത്തരം കൊളീഷൻസിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും സെയിം അല്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം ദർ ഇസ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ഈ ഒരു ലോസ്, കൈനറ്റിക് എനർജിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, സൗണ്ട്, ലൈറ്റ് എക്സെട്ര.
അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, ഫൈനൽ കൈനറ്റിക് എനർജി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആ ഡിഫറൻസ് ഒന്നുകിൽ ഹീറ്റായി അല്ലെങ്കിൽ സൗണ്ടായി അല്ലെങ്കിൽ ലൈറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. ഇൻ ബോത്ത് ടൈപ്പ് ഓഫ് കൊളീഷൻസ് ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. ഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് കൊളീഷന് ഒരു എക്സാമ്പിളാണ് കൊളീഷൻ ബിറ്റ്വീൻ ടു വെഹിക്കിൾസ്. ഓക്കെ, രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്, അത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിളാണ്. നമുക്കറിയാം ആ കേസിൽ ധാരാളം സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ കൈനറ്റിക് എനർജിയിലുള്ള ലോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറയാം? സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറയാം. Now we'll consider inelastic collisions in one dimensions. One dimensional കേസിൽ inelastic collision കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So here we are considering two bodies M1 and M2. ഓക്കെ, ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൺ ഡയമെൻഷനിലുള്ള ഇൻഇലാസ്റ്റിക് കൊളീഷൻ. വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ബോഡീസ് മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരേ ലൈനിൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ വൺ ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയുന്നത്. സോ M1 ഇസ് എ ബോഡി, ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി സാധാരണ നമ്മൾ U1 എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഇവിടെ U എന്നെടുക്കുന്നു. M1ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U ആണ്. സപ്പോസ് M2 ഇസ് അറ്റ് റെസ്റ്റ്, അതായത് U2 ഈക്വൽ ടു 0. ഓക്കെ, അതായത് റെസ്റ്റിലുള്ള ഒരു ബോഡിയിലേക്ക് മറ്റൊരു ബോഡി വന്ന് കൂട്ടിയിടിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ M1 ഹാസ് വെലോസിറ്റി U, M2 ഹാസ് വെലോസിറ്റി 0. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ സ്റ്റേഷനറി. നൗ ദീസ് ടു ബോഡീസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. സപ്പോസ് ഇറ്റ് ഈസ് ഹെഡ് ഓൺ കൊളീഷൻ. ഹെഡ് ഓൺ കൊളീഷൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ദീസ് ടു ബോഡീസ് stick together and move with velocity v. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് കൺസിഡർ ചെയ്യുന്നത്. കൊളീഷന് ശേഷം ഈ രണ്ട് ബോഡീസും ഒരുമിച്ച് മൂവ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി v. ഓക്കെ, രണ്ടും കൂടി ഒറ്റൊരു യൂണിറ്റായി, ഒറ്റൊരു സിസ്റ്റമായി സ്റ്റിക്ക് ടുഗെദർ ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി v. അപ്പോൾ ഇതൊരു ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ ദിസ് കേസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, നമുക്കറിയാം ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. PI ഈക്വൽ ടു PF, ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. ഓക്കെ, PI ഡിനോട്ട്സ് ഇനീഷ്യൽ മൊമെൻറ്റം, PF ഡിനോട്ട്സ് ഫൈനൽ മൊമെൻറ്റം. വാട്ട് ഈസ് PI? ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്? ഇനീഷ്യൽ മൊമെൻറ്റം നമ്മൾ എടുക്കുക ടോട്ടൽ മൊമെൻ്റ് ആണ്. ബിഫോർ കൊളീഷൻ എന്താണ് ടോട്ടൽ മൊമെൻറ്റം? അപ്പോൾ M1ൻ്റെ മൊമെൻറ്റം പ്ലസ് M2ൻ്റെ മൊമെൻറ്റം. M2 0 ആണ്, റെസ്റ്റിലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റത്തിൽ M1ൻ്റെ മൊമെൻറ്റം മാത്രമാണ് വരിക. സോ ദാറ്റ് ഈസ് M1U. ഓക്കെ, വാട്ട് ഈസ് ദ ഫൈനൽ മൊമെൻറ്റം? ഫൈനൽ മൊമെൻറ്റത്തിൽ രണ്ട് ബോഡീസും നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം രണ്ടും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി v. സോ M1V പ്ലസ് M2V or M1 plus M2 into V. This is the final momentum. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് M1U ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V. ഇനീഷ്യൽ മൊമെൻറ്റം M1U ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V. Okay, that is the final momentum. ഇതിൽ നിന്ന് you can get an equation V equal to M1U divided by M1 plus M2. എന്താണ് V? ഇതിൽ കൊളീഷന് ശേഷം ബോഡീസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് V. Okay, after collision the two bodies stick together and move with velocity V. So V equal to M1U divided by M1 plus M2. Let it be equation number 1. അപ്പോൾ കൊളീഷന് ശേഷം ബോഡീസിൻ്റെ വെലോസിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. വാട്ട് ഈസ് ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയിലുള്ള ലോസ് എന്താണെന്ന് നോക്കൂ. ഡെൽറ്റ കെ, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ മൈനസ് കൈനറ്റിക് എനർജി ഫൈനൽ. ആ ഡിഫറൻസ് ആയിരിക്കും കൈനറ്റിക് എനർജിയിലുള്ള ലോസ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്താ? ഹാഫ് M1U². ഓക്കെ, മൈനസ് കൈനറ്റിക് എനർജി ഫൈനൽ എന്താണ്? ഹാഫ് M1 പ്ലസ് M2 V². ഹാഫ് M V² ആണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് M1U²
മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ മാസ് രണ്ടും കൂടെ ഒരുമിച്ചാണുള്ളത്, അതുകൊണ്ടാണ് m1 + m2 എന്ന് എടുത്തത്. വെലോസിറ്റി രണ്ടിൻ്റേതും v ആണ്. സോ ഹാഫ് m1 + m2 v². ഇനി നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റിക്ക് ഉള്ള ഇക്വേഷൻ, അതായത് m1u/m1 + m2, ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ യു വിൽ ഗെറ്റ് ഡെൽറ്റ കെ ഈക്വൽ ടു ഹാഫ് m1u² മൈനസ് ഹാഫ് m1 + m2 ഇൻറ്റു വിക്ക് പകരം m1u/m1 + m2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡെൽറ്റ കെ ഈക്വൽ ടു വിൽ ഗെറ്റ് ഹാഫ് m1u² മൈനസ് ഇവിടെ m1 m2 ഉണ്ട്, താഴെ m1 + m2 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു m1 m2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് m1u² ഡിവൈഡഡ് ബൈ m1 + m2. Okay, so see this equation, delta k equal to half m1u² minus half m1² u² divided by m1 plus m2. ഇതിൽ നമുക്കറിയാം ഹാഫ് m1u² കോമൺ ആണ്, രണ്ട് ടേമിലും വരുന്നുണ്ട് ഹാഫ് m1u². അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹാഫ് m1u² ഇൻറ്റു 1 മൈനസ് m1/m1 + m2. ഓക്കെ, ഹാഫ് m1u², അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് m1u² ഇൻറ്റു 1 മൈനസ് m1 ഡിവൈഡഡ് ബൈ m2, or you can simplify that equation. You will get delta k equal to half m1u² into m1 + m2 minus m1 by m1 + m2. Okay, simplify ചെയ്യുമ്പോൾ m1 plus m1 minus m1 cancel ചെയ്യും, ബാക്കിയുള്ളത് m2/m1 + m2 ആണ്. So you will get loss of kinetic energy in inelastic collision is given by delta k equal to half m1 m2 u²/m1 + m2. അപ്പോൾ ഇത്രയാണ് ആ രണ്ട് ബോഡീസ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ടായപ്പോൾ അതിൽ നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി, ഹാഫ് m1 m2 u²/m1 + m2. ഇതിൽ m1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡിയുടെ മാസ്സാണ്, m2 സെക്കൻഡ് ബോഡിയുടെ മാസ്, u ഇസ് ദി ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ പറഞ്ഞു m1 മൂവ് ചെയ്യുന്നു, m2 റെസ്റ്റിലായിരുന്നു. സോ u ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് m1, ആൻഡ് താഴെ m1 + m2 എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇത്രയും എനർജി ലോസ് ആണ് ഉണ്ടായത്, കൈനറ്റിക് എനർജി ലോസ് ആണ് ഉണ്ടായത്. ഈ ഒരു ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇതൊന്നുകിൽ സൗണ്ട് അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ്, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ദാറ്റ് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻ കൺസേർവ്. ടോട്ടൽ എനർജിയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, കൈനറ്റിക് എനർജിയിൽ നഷ്ടമുണ്ടായി, ആ കൈനറ്റിക് എനർജി ഏതെങ്കിലും ഒരു എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സോ ടോട്ടൽ എനർജി റിമെയിൻസ് കൺസേർവ്ഡ്. ഇപ്പോൾ ഇന്നെടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.